ഒന്നും ഇവിടെ അവസാനിച്ചു എന്ന് കരുതണ്ട, തുടങ്ങണേ ഉള്ളൂ. എനിക്കും ഒരു ദിവസമുണ്ട്, ബാക്കി നമുക്ക് അന്ന് പറയാം. അതിനി അധികം വൈകില്ല, ഓർമ്മ വെച്ചു. നമ്മൾ പരിചയപ്പെടാൻ മറന്നുപോയ ഒരു ഐറ്റമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ബസ് ഇറങ്ങിയിട്ട് ഏകദേശം 5 മാസമായിട്ടോ. തൃശ്ശൂർ ബേസ് ചെയ്തിട്ടുള്ള ജീസസ് ട്രാവൽസിന്റെ അശ്വലൈൻ ബൈക്കിംഗ് 12 മീറ്റർ ചേസ് ഇറങ്ങിയിട്ടുള്ള AITP ടൂറിസ്റ്റ് ബസ്സാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് MG ബോഡിയിൽ സ്ലൈഡിംഗ് ഗ്ലാസോടെ ഇറങ്ങിയിരിക്കുന്ന ഫസ്റ്റ് ബസ്സാണ് ജീസസ് ട്രാവൽസിന്റെ ഈ ഒരു ഫുൾ റെഡിൽ ഇറങ്ങിയിരിക്കുന്ന AITP ബസ്. ജീസസും അതുപോലെ കുന്നംകുളം ബേസ് ചെയ്തിട്ടുള്ള IC ട്രാവൽസും രണ്ടുപേരുമാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു MG ബോഡിയിൽ സ്ലൈഡിംഗ് ഗ്ലാസ്സിലോടുകൂടി ഒരു AITP ബസ് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബസ്സാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാൻ പോണത്. അപ്പോൾ എങ്ങനെ നമുക്ക് നോക്കിയാലോ? അപ്പോൾ ആദ്യം നമുക്ക് ബസ്സിന്റെ ഫ്രണ്ട് ലുക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. MG ഭാരത് ബെൻസ് ചേസുള്ള ബസ്സുകൾക്കാണ് ഗ്ലൈഡർ ബോഡി ചെയ്യാറുള്ളത്. എന്നാൽ ലൈലൻഡ് അതുപോലെ ബാക്കിയുള്ള ചേസുകൾക്കൊക്കെ ചെയ്യുന്ന ഒരു ബോഡിയാണ് MGയുടെ ലീറ എന്നുള്ള പറഞ്ഞിരിക്കുന്ന ഈ ഒരു ബോഡി. ഗ്ലൈഡറിന്റെ ഏകദേശം ഫ്രണ്ട് സാമ്യമുള്ളൊരു ബോഡിയാണ്. അപ്പോൾ ഈ ഒരു ബോഡിയിലാണ് അശ്വലൈൻ ബൈക്കിംഗ് 12 മീറ്റർ ചേസിൽ MG ജീസസിന്റെ ഈ ഒരു ബസ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഫ്രണ്ട് ലുക്ക് നോക്കുകയാണെങ്കിൽ ജീസസിന്റെ പേര് മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട്. വോൾവോ ടൈപ്പ് മിറേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഞാൻ ഈ കൗൾ പോർഷനിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്ലൈഡറിന്റെ ഒരു ചെറിയൊരു സാമ്യം ഉള്ളൊരു കൗളാണ് ലീറയ്ക്ക് വരുന്നത്. ഒറ്റ നോട്ടത്തിൽ ഗ്ലൈഡർ പോലെ തന്നെയാണ് ഈ ഒരു ലീറയുടെ ലുക്കും വരുന്നത്. പക്ഷേ ഇപ്പോൾ MG ടാറ്റ ചേസുകൾക്കും ഈ ഒരു ഗ്ലൈഡർ ബോഡി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഭാരത് ബെൻസിന് മാത്രമല്ല ടാറ്റ ചേസുകൾക്കും ഇപ്പോൾ ഗ്ലൈഡർ ബോഡി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓവറോൾ ഒരു ഫ്രണ്ട് ലുക്ക് വരുന്നത്. ഫുള്ളായിട്ട് റെഡ് കളറിലാണ് ചെയ്തിട്ടുള്ളത്. പ്ലെയിൻ കളറാണ്, നല്ല മനോഹരമാക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ IC ട്രാവൽസിൻ്റെ ബസ് ഒരു ഫുൾ ഓറഞ്ച് കളറിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി ഇതിന് മുന്നേ ജീസസിൻ്റെയും ICയുടെയും 53 സീറ്റർ AITP ബസ്സുകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ജീസസിൻ്റെ രണ്ടാമത്തെ AITP ബസ്സാണ് ഈ ഒരു MG ലീറ ബോഡിയിൽ ഇറങ്ങിയിട്ടുള്ളത്. തൃശ്ശൂർ ജില്ലയിൽ തന്നെ ആദ്യത്തെ 12 മീറ്റർ AITP ടൂറിസ്റ്റ് ബസ്സാണ്. ഇതാണ് ഇതിൻ്റെ ഓവറോൾ ഒരു ഫ്രണ്ട് ലുക്ക് വരുന്നത്. ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ H സീരീസ് 6 സിലിണ്ടർ എഞ്ചിനാണ് അശ്വലൈൻ ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. 200 HP പവറും 700 Nm ടോർക്കുമാണ് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ 6000 cc ആണ് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേസ്മെന്റ് വരുന്നത്. ഇനി നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് കൂടെ നമുക്ക് നോക്കാം. സൈഡ് പ്രൊഫൈൽ ലുക്കിലേക്ക് വരാം. ഇവിടെ ഇതിൻ്റെ എയർ ഫിൽറ്റർ, എക്സ്ഹോസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു പോർഷനിലാണ്. ടയറിന്റെ സൈസ് 295/80 22.5 സൈസുള്ള MRF ടയർസാണ് വെച്ചിട്ടുള്ളത്. ക്രോമിന്റെ പ്ലേറ്റ്സ് കൊടുത്ത് മനോഹരമായിട്ടുള്ള വീൽ കപ്സ് ചെയ്തിട്ടുണ്ട്. ഈ ഡിക്കി ഓപ്പണിംഗിൽ ഇതിന്റെ ആബ്ലൂ ടാങ്ക് ആണ് വരുന്നത്. 24 ലിറ്ററാണ് ഇതിന്റെ ആബ്ലൂ ടാങ്കിന്റെ കപ്പാസിറ്റി. അതിനുശേഷം ഇവിടെ ഒരു ഡിക്കി ഓപ്പണിംഗ് വരുന്നുണ്ട്. ശേഷം ഇവിടെ ഇതിന്റെ ഫ്യൂൽ ടാങ്കിന്റെ ഓപ്പണിംഗ് ഉണ്ട്. 360 ലിറ്ററാണ് ഇതിന്റെ ഡീസൽ ടാങ്കിന്റെ കപ്പാസിറ്റി വരുന്നത്. അതുപോലെ ഇതിന്റെ ബാക്ക് വീൽ പോർഷൻ ഇവിടെ എയർ സസ്പെൻഷൻ ആണ് ബാക്ക് വീൽസിന് കൊടുത്തിട്ടുള്ളത്. ഇവിടെ തന്നെ ഡിക്കി ഓപ്പണിംഗിൽ വരുന്നത് ഇതിന്റെ FAPS ആണ്, ഫയർ അലാറം പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിന്റെ നൈട്രജൻ സിലിണ്ടറും അതുപോലെ വാട്ടറിന്റെ ടാങ്കുമാണ് ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങുന്ന ബസ്സുകൾക്കൊക്കെ ഈ FAPS സിസ്റ്റം വളരെയധികം കമ്പൽസറി ആയതുകൊണ്ട് തന്നെ ഇറങ്ങുന്ന ഓൾമോസ്റ്റ് എല്ലാ വണ്ടികൾക്കും ഈ ഒരു സിസ്റ്റം വെച്ചാണ് ഇറങ്ങുന്നത്. ഈ സൈഡിലായിട്ട് ഇതിന്റെ ബാറ്ററിയുടെ ഓപ്പണിംഗ് വരുന്നുണ്ട്. 12 വോൾട്ടിന്റെ 2 ബാറ്ററി വെച്ച് 24 വോൾട്ടാണ് ഇത് ബാറ്ററീസ് വരുന്നത്. ഇവിടെ വലിയൊരു ലഗേജ് സ്പേസ് ഈ 2 ഓപ്പണിംഗിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിലായിട്ട് സ്പെയർ വീലിന്റെ ഓപ്പണിംഗ് വരുന്നത് ഈ ഒരു പോർഷനിലാണ്. അതുപോലെ ഈ ഒരു പോർഷനും ബാക്ക് ഡിക്കി ആയിട്ട് ഇന്റർ കണക്റ്റഡ് ആണ്. ഇനി ഇതിന്റെ ബാക്ക് ലുക്ക് നമുക്ക് നോക്കിയാൽ ലീറ ബോഡിക്ക് നമ്മുടെ ഗ്ലൈഡർ ബോഡിയായിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഏകദേശം ഒരു സെയിം ലുക്കാണ് ഈ ലീറ ബോഡിക്ക് ബാക്ക് ലുക്ക് വരുന്നത്. MGയുടെ ലോഗോ കൊടുത്തിരിക്കുന്ന കാണാം. ലീറയുടെ ബാഡ്ജിങ്ങനെ കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് റിവേഴ്സ് ക്യാമറ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷനിലായിട്ട് ഇതിന്റെ ഡിക്കി ഓപ്പണിംഗ് ആണ് വരുന്നത്. ഈ ബാക്ക് ഡിക്കി പറയുന്നത് സൈഡ് ഡിക്കി ആയിട്ട് ഫുള്ളി ഇന്റർ കണക്റ്റഡ് ആണ്. ഈ ഡിക്കിനുള്ളിൽ കൂടെ നോക്കി കഴിഞ്ഞാൽ FAPSന്റെ സിലിണ്ടറും വാട്ടർ ടാങ്കൊക്കെ ഇവിടുന്ന് നോക്കി കാണാം. ഇതിന്റെ ഫ്രണ്ടിലായിട്ടും വലിയൊരു ഡിക്കി സ്പേസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഏരിയയിലേക്ക് വരാം. ഡ്രൈവർ ക്യാബിൻ. ലൈലൻഡ് 12 മീറ്റർ ബസ്സാണ്. മനോഹരമായ BS6 ലൈലൻഡ് സ്റ്റിയറിംഗ് വീൽ കാണാം. അതുപോലെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, ഇവിടെ ഇതിന്റെ പവർ പ്ലഗ് കാര്യങ്ങളൊക്കെ ഒരു സ്വിച്ചിന്റെ ഒരു ക്ലസ്റ്റർ വരുന്നുണ്ട്. അതുപോലെ ഇവിടെ ആയിട്ട് ഇന്റീരിയർ ലൈറ്റ്സുകളുടെ ഒക്കെ ഒരു സ്വിച്ചുകളുടെ ഇത് വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് മോണിറ്റർ, CCTVന്റെയും അതുപോലെ ഇതിന്റെ ഓഡിയോയുടെയും മോണിറ്റർ കൊടുത്തിട്ടുണ്ട്. AC-യുടെ ഓപ്പറേറ്റിംഗ് സ്വിച്ച് ഇവിടെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഡാഷ്ബോർഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു വ്യത്യാസം തോന്നുന്നുണ്ടാവും. ഡാഷ്ബോർഡ് മാത്രമല്ല, ഈ ഒരു പോർഷൻ ഈ ഏരിയയിലെല്ലാം ഡയമണ്ട് ക്ലോത്തിങ് ചെയ്തിട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പോയിലാണ് ഇതിന്റെ ഒരു ഡയമണ്ട് ക്ലോത്തിങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ മനോഹരമായ ഡയമണ്ട് ക്ലോത്തിങ് വർക്ക് ചെയ്തിരിക്കുന്നത് ചാലക്കുടി ബേസ് ചെയ്തിട്ടുള്ള കാർ സ്റ്റൈൽ അപ്പോൾസ്റ്ററിയാണ്. ഇങ്ങനെ ഇതിന്റെ ലുക്ക് അങ്ങനെ ഉണ്ട്. നമ്മുടെ ഒരു ക്യാബിന്റെ ആ ഒരു സ്റ്റൈൽ തന്നെ ഈ ഒരു വർക്ക് വന്നപ്പോൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നല്ല റെഡ് ബ്ലാക്ക് കോമ്പോയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ഡ്രൈവർ ക്യാബിന്റെ ലുക്ക് വരുന്നത്. സീറ്റിന്റെ കംഫർട്ടിലേക്ക് വരികയാണെങ്കിൽ ലൈലൻഡിന്റെ ഡീഫോൾട്ട് ആയിട്ട് വരുന്ന സീറ്റാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. ഡ്രൈവർക്ക് നല്ല കംഫർട്ടുള്ള സീറ്റാണ്. അതുപോലെ ഗിയർ നോക്കുകയാണെങ്കിൽ 6 ഫോർവേഡ് ഗിയറും ഒരു റിവേഴ്സ് ഗിയറും വരുന്നുണ്ട്. ക്ലച്ചിന്റെ ഡയമീറ്റർ 350 mm ഡയമീറ്റർ ആണ് വരുന്നത്. ഇനി ഇതിന്റെ ഡ്രൈവർ ക്യാബിനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം വ്യത്യാസം മനസ്സിലാവുന്നുണ്ടാവും.
ഇപ്പോൾ നോർമൽ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് വരുന്ന പോലെ ക്യാബിൻ സെപ്പറേഷൻ ഈ ഒരു ബസ്സിന് വന്നിട്ടില്ല. നമ്മളൊരു വോൾവോ ടൈപ്പ് ആയിട്ടാണ് ഈ ഒരു ബസ്സിന്റെ ഈ ഒരു ക്യാബിൻ ചെയ്തിട്ടുള്ളത്. അതായത് സെൻട്രൽ ഡോറിന് നേരെ ഈ ഒരു ബോണറ്റ് പോർഷനിലേക്കാണ് നമ്മൾ വരുന്നത്. അതിന് ശേഷമാണ് ഈ ഒരു ഗാങ് വേ വരുന്നത്. അപ്പം അറിഞ്ഞ പ്രകാരം ഇനിയുള്ള ബോഡി കോഡ് പ്രകാരം ചിലപ്പം ഇങ്ങനെ ആയിരിക്കും ഇനി ടൂറിസ്റ്റ് ബസ്സുകൾക്ക് വരാൻ സാധ്യത ഉണ്ടാവുക. അപ്പം അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് ഒരു അഭിപ്രായം എന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്തോ. അപ്പോൾ ഇനി നമുക്ക് ജീസസിന്റെ 12 മീറ്റർ AITP ടൂറിസ്റ്റ് ബസ്സിന്റെ ഇന്റീരിയർ ലുക്കിലേക്ക് പോകാം. AITP ആയതുകൊണ്ട് തന്നെ 2x2 ലേഔട്ടിൽ 45 പുഷ് ബാക്ക് കംഫർട്ടുള്ള സീറ്റുകളാണ് ഇതിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഹരിതര സീറ്റുകളാണ് MG നിന്ന് ജീസസ് ട്രാവൽസ് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഇന്റീരിയർ നോക്കി ഫുൾ അപ്ഡേഷൻ കഴിഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുന്ന ബസ്സാണ്. ഇതിന്റെ പിക്സൽ വർക്കും അതുപോലെ നിയോൺ വർക്കും ചെയ്തിരിക്കുന്നത് കോതമംഗലം ബേസ് ചെയ്തിട്ടുള്ള ഇഗ്നൈറ്റ് ആണ്. അതുപോലെ ഇതിന്റെ ഓഡിയോ ട്രാൻസ് ഓഡിയോ ആണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ റിക്ലൈനിങ് ആണ് ചെക്ക് ചെയ്യാം. ഏകദേശം ഇത്രത്തോളം റിക്ലൈനിങ് ഈ ഒരു സീറ്റിന് ഹരിത കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്ക് സുഖമായിട്ട് ഒരു സെമി സ്ലീപ്പർ കംഫർട്ടിൽ ഉറങ്ങിപ്പോകാൻ പറ്റുന്ന രീതിയിലുള്ള കംഫർട്ടാണ് ഇതിന്റെ റിക്ലൈനിങ് വരുന്നത്. അതുപോലെ 2 സൈഡിലായിട്ട് ആംബ്രസ്റ്റ് വരുന്നുണ്ട്. ഇതിന്റെ ചാർജിംഗ് പോർട്ട് വരുന്നത് സീറ്റിന്റെ സെൻട്രലായിട്ടാണ് വരുന്നത്. ഫ്രണ്ടിലത്തെ സീറ്റിലായിട്ട് ബോട്ടിൽ ഹോൾഡർ, ഫയൽ ഹോൾഡർ, ലെഗ് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ വരുന്നുണ്ട്. ഇനി മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ AC വെന്റ്, റീഡിംഗ് ലാംപ്സ്, അതുപോലെ ഫാൻ ഫെസിലിറ്റി ഈ ഒരു ബസ്സിന് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഫയർ അലാറം പ്രൊട്ടക്ഷൻ സിസ്റ്റം FAPS ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ബസ് ആയതുകൊണ്ട് തന്നെ എല്ലാ സീറ്റിന്റെ മുകളിലായിട്ട് ഇതിന്റെ വെള്ളം ചീറ്റുന്ന നോബുകൾ ഇതിന്റെ മുകളിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു സീറ്റിന്റെ കംഫർട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ജീസസ് ട്രാവൽസിന്റെ ഓണറും ഈ ഒരു ബസ്സിന്റെ സാരഥിയാണ് സാബിത്ത്. അപ്പം നമുക്ക് ഡൽഹി ഷെഡും തുടങ്ങാം. എത്ര വർഷമായി നമ്മൾ ഈ ഒരു ടൂറിസ്റ്റ് ബസ് സ്റ്റാൻഡ് 20 കൊല്ലത്തോളം. ഇപ്പൊ നമുക്ക് എത്ര ബസ്സുകളുണ്ട് ഇപ്പോൾ ടോട്ടൽ? 9 കൊല്ലമുണ്ട് ഇപ്പോൾ. 9 ബസ്സും 34 സീറ്റ് കയറ്റം പല വെറൈറ്റിയിലും നമുക്ക് സീറ്റ് അവൈലബിൾ ആണല്ലേ? ഓക്കെ. നമ്മളാണല്ലോ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു 53 സീറ്റർ AITP ബസ് കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? ഏകദേശം എത്ര വർഷം? 1.5 കൊല്ലത്തോളം നമ്മളത് അതിന്റെ ഒരു നല്ലൊരു രീതിയിൽ പോകുന്നു. അതിന്റെ ഒരു ഉണർവിലാണ് ഇപ്പൊ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത്തെ ഒരു AITP തുറന്നത്. ഇതൊരു വെറൈറ്റിയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. മറ്റത്തിലാണ് നമുക്ക് സ്ലൈഡിംഗ് ഗ്ലാസ് ഒക്കെ ആയിട്ടാണ് ഈ വണ്ടി വന്നിട്ടുള്ളത്. മറ്റേ വണ്ടി സ്ലൈഡിംഗ് ഗ്ലാസ് തന്നെയാണ്. 53 സ്ലൈഡിംഗ് ഗ്ലാസ് തന്നെയാണ്. പക്ഷേ MG നമ്മൾ അങ്ങനെ സ്ലൈഡിംഗ് ഗ്ലാസ് അങ്ങനെ ആദ്യമായിട്ടാണ് നമ്മളെ വണ്ടി ഇവിടെ വന്നിട്ടുള്ളത്. സ്ലൈഡിംഗ് ഗ്ലാസ് MGയിലാണ് ഇപ്പൊ നമ്മൾ ആദ്യത്തെ വണ്ടിയാണത്. അപ്പൊ അവരത് കണ്ണവനപ്പ് വണ്ടികൾ ഇറങ്ങുന്നു വിചാരിക്കുന്നു. ഇപ്പൊ പിന്നെ കണ്ണപ്പ വണ്ടികൾ ഇറങ്ങിയിട്ട് സ്ലൈഡിംഗ് ഗ്ലാസ് ആയിട്ട് ഇറങ്ങിയിട്ട് ഓൾ ഇന്ത്യ പെർമിറ്റിന്റെ ഒരു യുഗമായിട്ട് മാറിയിട്ടുണ്ട്. നമ്മുടെ ഈ വണ്ടിക്ക് ശേഷം എല്ലാവരും അതിൽക്കൊരു നല്ലൊരു ട്രെൻഡായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കളർ വണ്ടികളും കേരളത്തിന്റെ കളറാക്കി എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നല്ലൊരു ഇതാണ് കണ്ടത്. എല്ലാവർക്കും അത് താല്പര്യപ്പെട്ടുണ്ട്. കളറിന് പ്രത്യേകിച്ച് താല്പര്യം എല്ലാവർക്കും കേരളത്തിൽ എല്ലാവർക്കും താല്പര്യം എന്നുള്ള അതിന്റെ ഒരു പ്രധാന കളറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു ഫുൾ ഒരു പ്ലെയിൻ കളറിലാണ് ഇറക്കിയിരിക്കുന്നത്. പ്ലെയിൻ കളറിലാണ് ഇറക്കിയിട്ടുള്ളത്. കാണാൻ ഒരു നല്ല പ്രത്യേക ഭംഗിയുണ്ട് കാണാനായിട്ട്. അല്ല നമ്മൾ അങ്ങനെ ഒരു അങ്ങനെ വല്ലാണ്ട് ഒരു വരയ്ക്കുന്ന ഒരു ഡിസൈൻ താല്പര്യം നിർത്തി തുടങ്ങി. എന്താ കാലത്തിനനുസരിച്ച് നമുക്ക് എന്താ ചെയ്യാലോ, മാറ്റം വരുത്താം. ഇനി AITP വണ്ടികൾ വരുന്നുണ്ടോ? ഇനി പുതിയ വണ്ടികൾ വരുന്നുണ്ടോ? ഇപ്പോഴത്തെ ഇപ്പൊ AITP കൊല്ലല്ല. നമുക്കിപ്പോ ഒരു 3 വണ്ടി നമ്മൾ 210 പോയിട്ടുണ്ട്. നമ്മൾ പ്രകാശിലാണ് 3 വണ്ടി പ്രകാശിലാണ്. അത് ഏകദേശം ഓഗസ്റ്റ് അവസാനത്തോട് വരും. രജിസ്ട്രേഷനും ബോഡി കോർഡിനേറ്റ് മുമ്പായിട്ട് രജിസ്ട്രേഷനും അങ്ങനെ തീരുമാനം. നമുക്ക് വീണ്ടും ഒരു എല്ലാവിധ ആശംസകളും. നമ്മുടെ ഈ പുത്തൻ പുതിയ ബസ്സിന്റെ സാരഥിയുണ്ട് സാബിത് ബ്രോ. അപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷം 53 സീറ്റ് എടുത്തപ്പോഴും അറിയാൻ തന്നെ സാരഥി. പുതിയ പുതിയ ബസ്സുകൾ വരുമ്പോൾ അതിലുണ്ടാവില്ലേ? എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു MG ബോഡി ഇറങ്ങിയ വണ്ടി? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, അടിപൊളി യാത്ര ചെയ്യാനൊക്കെ സുഖം. എങ്ങനെയുണ്ട് യാത്ര? കസ്റ്റമേഴ്സിന്റെ ഒക്കെ ഒരു റെസ്പോൺസ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഇതിന് ബോഡി വെയിറ്റുള്ള കാരണം ഇതിൽ യാത്ര ചെയ്യാൻ സുഖം ആൾക്കാർക്ക്. നമ്മളിപ്പോ ഏകദേശം എത്ര ഒരു ട്രിപ്പുകൾ ഇറങ്ങിയിട്ട് എത്ര മാസമായി? 4-5 മാസമായി ഇറങ്ങിയിട്ട്. ഞങ്ങള് എത്ര ട്രിപ്പ് ഓടി എനിക്കറിയില്ല, കുറെ ഓടിയില്ല. പക്ഷെ ഫസ്റ്റ് ട്രിപ്പ് പോയത് ഞങ്ങൾ അയോധ്യ, വാരണാസി, അതൊക്കെയുള്ള ട്രിപ്പാണ്. ഓൾ ഇന്ത്യ തന്നെ പോയി. അപ്പം വീണ്ടും പുത്തൻ വണ്ടികൾ വീണ്ടും നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. A journey beyond expectations. Spectacular sounding.
കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലേക്കാണ് കൂടുതൽ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റിൽ ഇറങ്ങിയിരിക്കുന്ന ടൂറിസ്റ്റ് ബസ്സുകൾ വരാൻ പോകുന്നത്. അതിന് തുടക്കം കുറിച്ച ഒരാളാണ് ഈ ജീസസ് ട്രാവൽസിന്റെ AATP 12 മീറ്റർ ടൂറിസ്റ്റ് ബസ്. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ബസ്? വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലെ AATP ബസ്സുകൾ ഒരുപാടെണ്ണം ഇനി കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ മാക്സിമം എല്ലാ ബസ്സുകളുടെയും വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ ഫ്രം വിജി നിലമ്പൂർ.